ഹായ്, എസിൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് അറിയോ? സ്ത്രീകൾ എപ്പോഴും മീൻസ് ഇപ്പോൾ ആഫ്റ്റർ മാരേജ് ആണെങ്കിലും ബിഫോർ മാരേജ് ആണെങ്കിലും സ്നേഹപ്രകടനം ഒരേപോലെ ആയിരിക്കും. അവർ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടാവുക ആഫ്റ്റർ മാരേജ് ആണ്. അതായത് ആളെ കൈകിട്ടി കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ, അവർ സ്വന്തമായി കഴിയുമ്പോഴാണ് സ്നേഹം നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുക. പക്ഷേ പുരുഷന്മാരുടെ കാര്യത്തിൽ കുറച്ച് ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് വിവാഹത്തിന് മുമ്പ് ഭയങ്കര സ്നേഹപ്രകടനമായിരിക്കും, ബട്ട് ആഫ്റ്റർ മാരേജ് അവരുടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇപ്പം നമ്മൾക്കറിയാം ബാഡ് ബോയ്സ് ഉണ്ട്, ഗുഡ് ബോയ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ തരം തിരിച്ച് പറയാറുണ്ട്. ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ബാഡ് ബോയ്സിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതൊക്കെ. അപ്പം നമ്മുടെ ഈ നല്ല പുരുഷന്മാരാണെന്ന് പറയുന്നവരുണ്ടല്ലോ, അതായത് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വളരെ നല്ലവരായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കുറേ ബോയ്സ് ഉണ്ട്, കുറേ പുരുഷന്മാരുണ്ട്. ഇവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാരേജ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിങ് ടൈമിലുള്ള പോലെ ആവില്ല. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും, അത് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ്, ഇവരുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് കുറഞ്ഞു പോകും. അതായത് സ്റ്റാർട്ടിങ് ടൈമിലുള്ള പോലെ ആവില്ല, കുറച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് കുറഞ്ഞു പോകും. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സ്നേഹപ്രകടനം കുറഞ്ഞു പോകുന്നത്? ആദ്യത്തെ പോലെ അല്ലാതെ പിന്നീട് അത് കുറയുന്നതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളത്, കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് അവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെയാണ്. ഇന്ന് ഞാൻ പറയുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ ആ സ്നേഹപ്രകടനം കുറയുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. കാരണം ഇത് ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പലരും പറഞ്ഞ ഒരു കാര്യമാണ്, സ്റ്റാർട്ടിങ് ഒക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, എന്നോട് ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കും, എനിക്കപ്പോൾ ഫീൽ ചെയ്യുമായിരുന്നു എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങി എന്നെ ഇഷ്ടമല്ലേ എന്നുള്ളത്. അങ്ങനെ കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അവർ കുറച്ച് കാലം കഴിയുമ്പോൾ സ്നേഹപ്രകടനം കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ് എന്നുള്ളത് നോക്കാം. ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, കംഫർട്ട് സോണിൽ കയറുന്ന സമയത്ത് നമ്മുടെ എഫേർട്ട് ഒന്ന് കുറയുന്നു എന്നുള്ളതാണ്. നമ്മുടെ എന്ന് പറയുമ്പോൾ മെയിൻലി പുരുഷന്മാർ എടുക്കുന്ന എഫേർട്ട് ഒന്ന് കുറഞ്ഞു പോകും. അതായത് റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അവിടെ ഉണ്ടാവുക എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, ചേസിങ് ഉണ്ടാവും, ഫിയർ ഓഫ് ലോസിങ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര എഫേർട്ട് എടുക്കും അവർ. നമ്മളോട് സംസാരിക്കാനാണെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കും. കാരണം നമ്മളവരെ വിട്ട് പോകരുത് എന്നൊരു ആഗ്രഹം അവർക്കുണ്ടായിരിക്കും. മാത്രമല്ല ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, ഭയങ്കര ക്യൂരിയോസിറ്റി ഇതൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് അവരെടുക്കും, ഭയങ്കരമായിട്ട് സ്നേഹമൊക്കെ കാണിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഒന്ന് സ്റ്റേബിളായി കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ട് പോവില്ലല്ലോ, കൂടെ ഉണ്ട്, ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ സ്വന്തമാണ്, മറ്റാരുടെയും അല്ല, എൻ്റെ ആണ്, ഇനിയിപ്പോൾ എന്നെ വിട്ട് പോവില്ല. ഈ ഒരു സംഭവം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അവർ ഈ പറയുന്ന സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് പിന്നീട് അവർക്ക് കഴിയാത്തത്, അല്ലെങ്കിൽ അവർ അതിലേക്ക് ശ്രദ്ധിക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം, എപ്പോൾ വേണമെങ്കിലും അവളെ ഹഗ് ചെയ്യാം, സോ ആൾ എൻ്റെ ആണ് എന്നുള്ളൊരു സംഭവമാണ്. വിട്ടു പോകുമെന്നുള്ളൊരു പേടി അവർക്ക് അവിടെ ഇല്ല. ബിക്കോസ് ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവിടെ സ്റ്റേബിൾ ആണ്, രണ്ടുപേർക്കും ഇടയിൽ ഒരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു വിശ്വാസമൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലരും ചിന്തിക്കുന്ന കാര്യം എന്താണ്, ആൾക്ക് പഴയ പോലെ തന്നെ ഇഷ്ടമല്ല എന്നുള്ളത്. അതല്ല, ഇപ്പോൾ അത് ആളുടെ കംഫർട്ട് സോൺ ആയതുകൊണ്ടാണ്. ഇവിടെ ഞാൻ കംഫർട്ടബിൾ ആണ്, അതായത് ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ ലോകം എന്നുള്ളത് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളെ കൂടുതൽ അവരേക്ക് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യിപ്പിക്കാനൊന്നും അവർ ശ്രമിക്കാത്തതും അങ്ങനെ അവർ എക്സ്പ്രസ് ചെയ്യാത്തതിൻ്റെയും മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചിലപ്പോൾ റൊമാൻസ് കുറയുന്നുണ്ടായിരിക്കും, അപ്രിസിയേഷൻസോ അതല്ലെങ്കിൽ ഇപ്പോൾ അവർ പറയുന്ന കോംപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, മെസ്സേജ് കുറവുണ്ടാവും, ഈ കാര്യങ്ങളൊക്കെ അവിടെ കുറഞ്ഞു പോവും. പക്ഷെ അത് സ്നേഹക്കുറവ് കൊണ്ടല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അവരുടെ സ്ട്രെസ്സ് ആരോടും പറയാതെ തന്നെ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ സൈലൻ്റ്ലി അവരത് ക്യാരി ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചിലപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ സ്ട്രെസ് ഉണ്ടായിരിക്കും, അവരുടെ വർക്ക് പ്രഷർ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ക്യാഷിൻ്റെ കാര്യത്തിൽ അവർക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കും, റെസ്പോൺസിബിലിറ്റി ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ ചിന്തിക്കുമ്പം തലയ്ക്ക് പ്രാന്ത് പിടിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയിരിക്കാം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രെസ് അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് അവർ എക്സ്പ്രസ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, മേ ബി അവർ ചെയ്യുന്നത് വർക്കിൽ കൂടുതൽ അവർ ഇൻവോൾവ് ആവുക,
കുറേ നേരം വർക്ക് ചെയ്തിട്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും, സ്ട്രെസ് വരുന്ന സമയത്ത് സൈലന്റ് ആയിട്ടിരിക്കും. അതല്ലെങ്കിൽ ആള് ഇമോഷണലി നിങ്ങളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് മിണ്ടാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ സ്ത്രീകൾ ചിന്തിക്കുക മാറി, പഴയ പോലെ അല്ല, ഭയങ്കരമായിട്ടൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്, എൻ്റെ അടുത്തേക്ക് വരുന്നില്ല, സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ചിലപ്പോൾ ആളുടെ ഉള്ളിൽ ഒരു സ്ട്രെസ് ഉള്ളതുകൊണ്ടായിരിക്കാം. പുരുഷന്മാർ പൊതുവെ അവരുടെ ഉള്ളിലുള്ള സ്ട്രെസ്സോ ടെൻഷനൊന്നും പുറത്ത് കാണിക്കില്ല. ആരോടും ഇങ്ങനെ പറഞ്ഞെടുക്കില്ല, എനിക്ക് അതാണ് ഇതാണ്, എനിക്ക് ആ പേടിയുണ്ട്, ഈ പേടിയുണ്ട്, ആ ടെൻഷൻ ഉണ്ട്, ഇതൊന്നും അവർ പറയില്ല. അത് അവർ പറയാതെ മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല, അത് വേറെ കാര്യമാണ്. പക്ഷേ എന്നാലും ഇത് അവർ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ സമയത്ത് ചിലപ്പോൾ നമ്മളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ അഫെക്ഷൻ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുക ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർ ചിന്തിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ സ്ത്രീകൾ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ് ചിന്തിക്കുക. നമ്മൾ കുറച്ച് ഓവർ തിങ്കർ ആണല്ലോ, ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. പക്ഷെ ഇതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അവർക്ക് സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് അവർക്ക് ലവ് ഫീൽ ചെയ്യുന്നുണ്ട്, പ്രണയമുണ്ട്, അവർക്ക് ആ ഫീലിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവര് കുറെ ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവർ ചിന്തിക്കുക ഇവർ ഭയങ്കര മെച്യൂർഡായി എന്നുള്ളതാണ്. ഒരു മെച്യൂരിറ്റി കൊണ്ടുവരാനായിട്ട് ഇവർ ട്രൈ ചെയ്യും. അതെങ്ങനെയായിരിക്കും എന്നറിയോ, ഇവരുടെ സ്നേഹപ്രകടനം എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് കുറച്ച് മാറാൻ തുടങ്ങും. ഇവർ പിന്നെ നമ്മളെ കെയർ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തിട്ടായിരിക്കും അവർ സ്നേഹം കാണിക്കുന്നുണ്ടാവുക. എപ്പോഴും അവൈലബിൾ ആവാൻ ഇവർ ശ്രമിക്കും, നമ്മളെ കെയർ ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെയായിരിക്കും അവരവരുടെ ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ലവ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അതായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ലേഡീസ് ചിന്തിക്കുന്നതോ എക്സ്പെക്ട് ചെയ്യുന്നതോ കുറച്ച് വ്യത്യസ്തമാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർക്ക് നമ്മളെടുത്ത ഒരു സ്നേഹം കാണിക്കാൻ കഴിയണമെന്നില്ല. അപ്പോഴും നമ്മൾ വിചാരിക്കുക എന്താണ്, അയ്യോ ഇവൻ എന്നോട് ഇഷ്ടമല്ല, ആ ഒരു സംഭവം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരിക. അത് നമ്മുടെ തെറ്റല്ല കേട്ടോ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം കിട്ടാത്തതുകൊണ്ടാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലവ് ലാംഗ്വേജ് അത് മാച്ച് അല്ല എന്നുള്ളതാണ്. ഒരു മിസ്മാച്ച് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലവ് ലാംഗ്വേജ് എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല. അവർ എക്സ്പ്രസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അതാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, പുരുഷന്മാർ അവരുടേതായിട്ടുള്ള രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ബിക്കോസ് അവരൊരു ഫാമിലി എന്ന ഒരു രീതിയിലേക്ക് വരുന്ന സമയത്ത് അവരൊരു കുടുംബസ്ഥനായി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു പേഴ്സൺ ആയി എന്നൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി അവർക്ക് വരും. അങ്ങനെ വരുമ്പോൾ കുറച്ച് മെച്യൂരിറ്റി വരണം എന്ന് അവർ വിചാരിക്കും. ആ രീതിയിൽ അവർ ബിഹേവ് ചെയ്യും. സോ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അവർ ഇരിക്കുകയൊന്നുമില്ല. പകരം അവർ കാണിക്കുന്ന ചെറിയ ചെറിയ സ്നേഹപ്രകടനങ്ങൾ ഈ രീതിയിലൊക്കെ ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രിസിയേഷൻ ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പുറകോട്ട് വലിയും എന്നുള്ളതാണ്. അപ്രിസിയേഷൻ ഇല്ലാന്ന് തോന്നുന്നതല്ല, അവരുടെ എഫേർട്ടിന് വാല്യൂ ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാത്തിനും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ അവരെന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിലും നമ്മളൊരു ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ എപ്പോഴും നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ അവർ എന്ത് നല്ലത് ചെയ്തു കഴിഞ്ഞാലും നമ്മളത് കണ്ടും നടിക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, എനിക്ക് അതിനൊരു വാല്യൂ കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കും. എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ? ഇല്ല. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. മേബി അവർക്ക് നിങ്ങൾ ഇഷ്ടമല്ല എന്നുള്ളതല്ല, ബിക്കോസ് നിങ്ങൾ അവരുടെ പാർട്ട്ണറാണ്. എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് കൊടുക്കത്ത് ഇഷ്ടമുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവർ ഇഷ്ടപ്പെടും, പക്ഷേ ചെറിയ രീതിയിലൊക്കെ ഒരു മിസ്മാച്ച് വരും, അവർക്കൊരു ഇഷ്ടക്കുറവ് വരും എന്നുള്ളതാണ്. എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ ചെവി തിന്നാൻ വരികയാണ്, ഇങ്ങനെ ഓരോന്ന് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും എൻ്റെ കുറ്റങ്ങളെ പറയുള്ളൂ, കുറവുകളെ പറയുള്ളൂ, കമ്പാരിസണേ നടത്തുള്ളൂ. ഇത് അവർക്കൊരിക്കലും ഓക്കെ ആവില്ല. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഒന്നും ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെറിയ രീതിയിൽ ഒരു ഗ്യാപ്പ് ഇടും. അത് ഇവിടെ തെറ്റുകാരാരാണ്? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യം കൊണ്ടാണ് അവർ ഗ്യാപ്പ് ഇടുന്നുണ്ടാവുക. സോ നിങ്ങൾ അതൊന്ന് ആലോചിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഉള്ളത് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നോക്കുക. കാരണം പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കാനേ പറ്റുള്ളൂ. ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് സമാധാനമില്ല. അപ്പം അതുകൊണ്ട് അതൊന്ന് നോക്കുക. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് തിരുത്താൻ നോക്കുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റിമസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല, അതിനവർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെയാണ്, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഇമോഷണൽ കണക്ഷൻ അങ്ങനെ നിലനിന്ന് പോകും എന്നുള്ളതാണ്. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് ഫാമിലി എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് അംഗസംഖ്യ കൂടി വരും, കുട്ടികളൊക്കെ ആവും. അപ്പോൾ പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ പാർട്ട്നേഴ്സിന് പരസ്പരം സംസാരിക്കാനുള്ള
ഒരു ടൈം പോലും അവിടെ കിട്ടുന്നില്ല, അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവുക, കമ്മ്യൂണിക്കേഷൻ നല്ല കുറയുമ്പോൾ ഇമോഷണൽ കണക്ഷൻ കുറയും, സോ വൾണറബിലിറ്റി കുറയും, റൊമാൻസ് കുറയും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പലരും പഠിച്ചിട്ടില്ല, അതായത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. മാരേജ് കഴിഞ്ഞ് ഇത്ര വർഷം കഴിഞ്ഞാലും രണ്ടുപേർക്കിടയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ വേണം, നല്ല രീതിയിലുള്ള റൊമാൻസ് ഉണ്ടാവണം, എഫേർട്ട് എടുക്കണം എന്നുള്ളത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. പലർക്കും അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അത് എപ്പോഴും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോൾ ഇഷ്ടം കുറഞ്ഞതുകൊണ്ടാവില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കുറേ തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോർമലി അത് കുറഞ്ഞു പോകുന്നതാണ്. പക്ഷെ കുറയാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഒരു കഴിവെന്ന് പറയുന്നത്. അത് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പക്ഷെ കുറഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യും, രണ്ടുപേർക്കും ഫീൽ ചെയ്യും. അതിപ്പോൾ നിങ്ങൾ ഭാര്യമാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകൾക്ക് ഫീൽ ചെയ്യുന്ന പോലെ തന്നെ പുരുഷന്മാർക്കും ഫീൽ ചെയ്യും. നിങ്ങളതങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കും, അവരതങ്ങനെ വിട്ട് കളയും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം, അതായത് ആ ഒരു ഇമോഷണൽ കണക്ഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ്. തിരക്ക് കാരണം പരസ്പരം സംസാരിക്കാൻ പറ്റാണ്ടാവുക, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കുറച്ചിങ്ങനെ കുറവുള്ളതുപോലെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്ന റീസൺസ് എന്ന് പറയുന്നത്. പുരുഷന്മാർക്ക് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും, റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അവരുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു പരിധിയോളം പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാവും. കാരണം നമുക്കാണ് ഇപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷൻ വരിക, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവനെന്നെ ഇപ്പം ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും, ഇനിയിപ്പോൾ എന്നെക്കാളും നല്ല ഭംഗിയുള്ള പെണ്ണിനെ കണ്ടിട്ടുണ്ടാവും, വല്ല മെസ്സേജൊക്കെ ആർക്കെങ്കിലും അയക്കുന്നുണ്ടാവുമോ, ചാറ്റിംഗ് ഒക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. സ്വാഭാവികമായ ചിന്തകളാണ്. പക്ഷേ അതൊക്കെ റിലേഷൻഷിപ്പിനെ ഇല്ലാണ്ടാക്കുന്ന, അതിനെ ദോഷമായിട്ട് ബാധിക്കുന്ന കുറച്ച് ചിന്തകൾ കൂടിയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും പറ്റുന്നില്ല, നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് റിലേഷൻഷിപ്പിനെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറ്റണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനും നമ്മളെ കൊണ്ട് തന്നെ കഴിയും. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ടെൻഷൻ, ഡിപ്രഷൻ, ഓവർ തിങ്കിങ് ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിലൂടെ തന്നെ നിങ്ങളുടെ പകുതിയോളം പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. അതിപ്പോൾ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. സോ അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്